ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ അടുത്തൊരു ഡാമുണ്ട്. ആ ഡാം കാണാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിലാണ് ഈ ഡാമുള്ളത്. ഈ ഡാമിന് പൂങ്കാവനം ഡാം എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പൂങ്കാവനം ഡാം എന്ന് പറയുന്നതെന്നറിയില്ല. അത്ര കൂടുതൽ പൂക്കളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ള ഒരു ഡാമാണ്. പക്ഷേ ഞങ്ങളുടെ വീട് എടത്തനാട്ടുകരയാണ്. എടത്തനാട്ടിൽ നിന്ന് വെട്ടത്തൂരിക്ക് ഒരു 6 കിലോമീറ്ററാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഡാം കാണാൻ വരാറുണ്ട്. പക്ഷെ മഴക്കാലത്തായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. ഇപ്പോൾ വെള്ളം വളരെയധികം കുറവാണ്. ഡാമിലെ താഴെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ മഴക്കാലമായാൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാവും. അവിടെ കുട്ടികളൊക്കെ നീന്തി കളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം നല്ല കുറവാണ്. നല്ല പച്ചപ്പ് വിതച്ചൊരു പ്രദേശം കൂടെയാണിത്. ഇനി ഡാമിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഡാമിൻ്റെ താഴെയായിട്ട് കുറച്ച് ഗാർഡനിങ്ങും ഇതൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാൻ സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാൻ നല്ല എളുപ്പമാണ്. ആദ്യം സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പാറക്കല്ലുകളൊക്കെ ആയിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറിയിട്ട് വേണം മേലോട്ടെത്താൻ. ഇപ്പോഴാണെങ്കിലോ കുട്ടികൾക്കൊക്കെ മുകളിലോട്ട് കയറിപ്പോവാൻ നല്ല എളുപ്പമാണ്. ഈ ഡാമിൻ്റെ ഭംഗി തന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് കയറിപ്പോയിട്ട് മുകളിൽ നിന്നും താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയാണ്. റോഡ് സൈഡിലായിട്ടുള്ളൊരു ഡാം കൂടിയാണിത്. പാർക്കിംഗ് സൗകര്യം ഇവിടെ കുറവാണ്. റോഡ് സൈഡിലായതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ഇവിടെ കുറവാണ്. കുട്ടികൾ മരത്തിൻ്റെ മുകളിൽ കയറി കളിക്കുകയാണ്. ചാഞ്ഞ് കിടക്കുന്ന മരമാണ്. അവർക്ക് കയറാനൊക്കെ എളുപ്പം പറ്റിയൊരു മരമാണ്. അവരാ മരം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറി. കുറച്ചൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ അതുമ്മ കയറാം. പക്ഷെ അത് നല്ല ചാഞ്ഞ് കിടക്കുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ കയറിയതുപോലെ അവർക്ക് താഴോട്ട് ഇറങ്ങാൻ വഹിക്കുന്നില്ല. ഇനി ഞങ്ങൾ ഡാമിൻ്റെ താഴോട്ടേക്ക് പോവുകയാണ്. ഇത് ഡാമിൻ്റെ താഴെയുള്ള ഭാഗമാണ്. വെള്ളം കെട്ടി നിൽക്കാറുള്ള ഭാഗമാണ്. ഇവിടെ നിന്നാണ് ഡാമിലേക്കുള്ള വെള്ളം വരുന്നത്. ഈ ഡാമിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിർത്താറില്ല. ഡാമിന് ചോർച്ച വന്നതുകൊണ്ട് വെള്ളം കെട്ടി നിർത്താറില്ല മഴക്കാലത്ത്. കുട്ടികൾ മീനുകളൊക്കെ ഉണ്ടോ നോക്കുകയാണ്. അവർ വെള്ളം കണ്ടാൽ പിന്നെ ആദ്യം നോക്കുക മീനുകളെയാണ്. അവർക്ക് മീനുകളെയൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല പച്ചപ്പ് വിതച്ച ഒരു പ്രദേശമായതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടെയാണിത്. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ ഡാമിൻ്റെ താഴോട്ടാണ് പോകുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഉണ്ട്. ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ കണ്ടപ്പോൾ അച്ഛനും മക്കളും ഒന്ന് ഊഞ്ഞാലാടി കളിക്കുകയാണ്. ഊഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആടാൻ പറ്റിയൊരു ഊഞ്ഞാലാണ്.
കുട്ടികൾക്ക് ഊഞ്ഞാലാടുന്നത് നല്ല ഇഷ്ടമാണ്. അവർ ഏത് പാർക്കിൽ പോയാലും ആദ്യം ചെയ്യുക ഊഞ്ഞാലാടാനാണ്. സായുവും സഞ്ജുവും പാടെ ഒരു ഊഞ്ഞാലിലാണ് ആടി കളിക്കുന്നത്. സായുവിന് ഊഞ്ഞാലാടുന്നത് കണ്ടപ്പോൾ പേടിയാവുകയാണ്. മരം പൊട്ടിച്ചാടുമോ എന്നുള്ളൊക്കെ ഒരു പേടിയാണ് അവന്. എന്ത് നാരങ്ങ? ചെറുനാരങ്ങ. ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് ഇതുപോലെ ഊഞ്ഞാലിലൊക്കെ ആടിയ ഒരു ഓർമ്മ വന്നു. അപ്പം ഞാനും കുറച്ച് നേരം ഊഞ്ഞാലിലൊന്നാടി. എടാ സായി തീരെ ആടിയിട്ടില്ലല്ലോ. ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ പോകുന്ന വഴിയിലൊക്കെ ഗാർഡൻ ഉണ്ട്. അത് നല്ല ഭംഗിയാണ്. സീനികകളാണ്, പല നിറത്തിലുള്ള സീനികകളുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.